ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ഏതാനും നാളുകൾക്ക്, കുറച്ച് ദിവസങ്ങളായി ഒരു ബിരുദദാന ചടങ്ങുമായി ബന്ധപ്പെട്ട വേദിയിൽ വെച്ച് ബീഹാറിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഒരു മുസ്ലിം സ്ത്രീയുടെ നിക്കാബ് ഇങ്ങനെ പിടിച്ചു താഴ്ത്തി എന്ന് പറഞ്ഞൊരു വിവാദവും അതിൻ്റെ വാർത്തകളും തുടർ വാർത്തകളും അവർ ആ സർട്ടിഫിക്കറ്റുമായി ഇനി പ്രാക്ടീസിന് പോകുന്നില്ല തുടങ്ങിയ ചില ചർച്ചകളും ഒക്കെ കേൾക്കാനിടയായി. നമ്മുടെ നാട്ടിലും ചെറുതല്ലാത്ത വിധം ഈ കണ്ണുകൾ മാത്രം കാണുന്ന, ബാക്കി മുഴുവൻ ഒരു ആവരണത്തിൽ കറുത്ത വസ്ത്രത്തിൽ മറയ്ക്കപ്പെടുന്ന, ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് ഹിജാബ് അല്ല, നിക്കാബ്. നിക്കാബ് എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണ് മാത്രം കാണുന്ന, ബാക്കിയൊന്നും തിരിച്ചറിയാനാവാത്ത ഒരു വസ്ത്രധാരണ രീതിയുടെ ഒരു അതിപ്രസരം അത് വളരെയേറെ കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്തരം ഒരു വസ്ത്രധാരണ രീതി തർക്കമില്ലാത്ത വിധം ഖണ്ഡിതമായ ഇസ്ലാമിൻ്റെ ഒരു അഭിപ്രായമോ ഒരു സാമൂഹിക ചുറ്റുപാടുകൾക്ക് ഇന്നത്തെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസിൻ്റെ കാലത്ത് ചേർന്ന് പോകുന്നതോ യോജിക്കുന്നതോ ആയ ഒന്നല്ല എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരിക്കലും ഒരു മുഖ്യമന്ത്രി അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ആർക്കാണ് താൻ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എന്ന് അത് നൽകുന്ന ആളിന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ അവകാശം അവിടെ ഉണ്ട് എന്നുള്ളത് സമ്മതിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. നമ്മൾ പരമ്പരാഗതമായി ഇസ്ലാം മതത്തിൽ കേട്ടിട്ടുള്ളതും മദ്രസകളിൽ പഠിച്ചിട്ടുള്ളതുമെല്ലാം മുഖവും മുൻകൈയും ഒഴികെ ഉള്ളത് എല്ലാം മറയ്ക്കണം എന്നുള്ള രീതിയിലാണ് സ്ത്രീകളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ മുൻകൈയും മുഖവും ഒഴികെയുള്ള ഭാഗങ്ങൾ മറയ്ക്കണം എന്ന് പറയുന്നിടത്ത് മുഖമെന്നത് ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ്റെ തിരിച്ചറിയൽ സംഗതിയാണ്. ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ ആ രാജ്യത്തിൻ്റെ സാംസ്കാരികതയുടെ ഭാഗമായി ഷോൾ ഇങ്ങനെ കൊണ്ട് മൂക്കിൻ്റെ അവിടെ പിടിച്ചിരിക്കുന്നവരോ, അല്ലെങ്കിൽ കോവിഡ് വന്നപ്പോൾ മാസ്ക് ധരിച്ചതുപോലെ അങ്ങനെ ധരിക്കുന്നവരോ, അല്ലെങ്കിൽ അത്തരം ചില സംഗതികളോ ഉള്ളതിനപ്പുറം ഇസ്ലാമിൽ ഇതിനെ സംബന്ധിച്ചൊരു ഖണ്ഡിതമായ അഭിപ്രായം ഇല്ല എന്നത് തന്നെയാണ് ഇതിനെ സംബന്ധിച്ച് വിവിധ മതസംഘടനകളുമായി ബന്ധപ്പെട്ട ആളുകളുടെ നിലപാട്. പക്ഷേ ഈ സംഘടനകളൊന്നും തന്നെ ഇതിലൊരു കൃത്യമായ അഭിപ്രായം പൊതുസമൂഹത്തിൽ പറയാൻ തയ്യാറാകുന്നില്ല എന്നതും നാളുകളിൽ ഇത് നിരോധിക്കപ്പെടുമെന്നും ഇതിൻ്റെ പിന്നിലുണ്ടാകുന്ന എല്ലാ ക്രമസമാധാന പ്രശ്നങ്ങൾക്കും ഒരു മതം ഉത്തരവാദിയാകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ സാഹചര്യം മുതലെടുത്താണ് ഈ അടുത്ത സമയത്ത് ഛത്തീസ്ഗഡിലോ ഹരിയാനയിലോ മറ്റോ ഒരു ഹൈന്ദവ മതവിശ്വാസികളുടെ ജാഥ പോയപ്പോൾ ഇതുപോലെ നിക്കാബ് ധരിച്ചുകൊണ്ട് ഒരാൾ വന്ന് അവിടെ പ്രശ്നമുണ്ടാക്കി, അതിനിടയിൽ കോലാഹലമുണ്ടാക്കിയിട്ട് ഓടുന്ന വേളയിൽ കമിഴ്ന്ന് വീണപ്പോൾ ഈ നിക്കാബ് മാറിയത് കൊണ്ടാണ് അതൊരു പുരുഷനാണെന്നും അയാൾ മുസ്ലിം അല്ലായിരുന്നു എന്നും തിരിച്ചറിയുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് അത്തരം സംഭവങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിലും കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഉറച്ച നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ഇത് നാളെ നിരോധിക്കപ്പെടുമ്പോൾ പിന്നെ മൗനമായി അങ്ങ് ഇരിക്കാനും അപ്പോൾ ആ നിരോധനത്തെ അംഗീകരിക്കാനും അതുവഴി കുറച്ച് ഇസ്ലാം മത വിരോധികൾക്ക് നിയമങ്ങൾ ഓരോന്ന് ഇതാക്കപ്പെടുന്നേ ഇത് പ്രാകൃത മതമാണ്, ഇത് കാടത്ത മതമാണെന്ന് പറയുന്നതിന് അവസരമുണ്ടാക്കലുമാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ, വിവിധ മുസ്ലിം സംഘടനകളുടെ ആളുകളുമായി പഠിച്ചപ്പോൾ ഇതിലൊന്നും തന്നെ നിർബന്ധമായ ഒരു ഖണ്ഡിതമായ അഭിപ്രായമില്ല. മുസ്ലിം സ്ത്രീകൾ മുഖം മറയ്ക്കേണ്ടതുണ്ടോ എന്ന വിഷയത്തിൽ ആദ്യകാലം മുതൽ തന്നെയുള്ള പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായക്കാരായിരുന്നു. മുഖം മറയ്ക്കൽ നിർബന്ധമാണെന്നും അത് മറയ്ക്കാതിരിക്കുന്നത് കുറ്റകരമാണെന്നുമാണ് ഒന്നാമത്തെ അഭിപ്രായം. മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ശരീരഭാഗങ്ങൾ മാത്രമാണ് നിർബന്ധമായി മറയ്ക്കേണ്ടതെന്നും അവ അന്യപുരുഷന്മാർ കാണുന്നത് കുറ്റകരമല്ലെന്നുമുള്ളതാണ് രണ്ടാമത്തെ അഭിപ്രായം. സ്വഹാബിമാരുടെ കാലം മുതൽ തന്നെയുള്ളതാണ് ഈ അഭിപ്രായ വ്യത്യാസമെന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ നൂറ്റാണ്ടിലെ പണ്ഡിതന്മാർക്കിടയിലുമുണ്ട് ഈ അഭിപ്രായ വ്യത്യാസം. മഹാപണ്ഡിതനായിരുന്ന ഷേഖ് ഇബ്നു ബാസ് മുഖം മറയ്ക്കൽ നിർബന്ധമാണെന്ന പക്ഷക്കാരനായിരുന്നുവെങ്കിൽ ഹദീസ് വിജ്ഞാനീയങ്ങളിൽ അഗ്രേസരനായിരുന്ന ഷേഖ് അൽബാനി മുഖം മറയ്ക്കൽ നിർബന്ധമില്ല എന്ന വീക്ഷണമുള്ള ആളായിരുന്നു. മുഖം മറയ്ക്കൽ നിർബന്ധമല്ലെന്ന് സ്ഥാപിക്കുന്ന രണ്ട് ഗ്രന്ഥങ്ങൾ ഷെയ്ഖ് അൽബാനിയുടേതാണ്. ഖുർആനും സ്വഹീഹായ ഹദീസുകളും മുസ്ലിം സ്ത്രീകൾക്കായി നിർദ്ദേശിച്ച ജിൽബാബിൽ മുഖവും മുൻകൈയും മറയ്ക്കുന്ന ആവരണങ്ങൾ ഉൾപ്പെടുകയില്ലെന്ന് സ്ഥാപിക്കുന്ന ജിൽബാബുൽ മർഅത്തിൽ മുസ്ലിമ ആണ് അതിലൊന്ന്. മുഖം മറയ്ക്കൽ നിർബന്ധമാണെന്ന് വാദിക്കുന്നവരെ ഖണ്ഡിച്ചുകൊണ്ട് എഴുതിയ അർ-റദ്ദുൽ മുഫ്ഹീം രണ്ടാമത്തേത്. ഖുർആനും സുന്നത്തും നൽകുന്ന വിവരങ്ങളുടെ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ ഷേഖ് അൽബാനിയുടെ അഭിപ്രായമാണ് ശരിയെന്ന് കരുതുന്ന ആളാണ് ഞാൻ. എൻ്റെ വീട്ടിലുള്ളവരാരും മുഖം മറയ്ക്കാറില്ല. അങ്ങനെ ചെയ്യാതിരിക്കുന്നത് കുറ്റകരമായ ഒരു തിന്മയായി ഞങ്ങളൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇതെഴുതിയിരിക്കുന്നത് എം എം അക്ബറാണ്.
ഈ MM അക്ബർ അടക്കമുള്ള വിവിധ പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഇതുതന്നെയാണ്. പക്ഷേ ഒരു വശത്ത് ഇത് വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. മദ്രസകളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ കുട്ടികളോട് ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തി, ഇതൊരു മതമാണ്, മതം നിർബന്ധമായി പറഞ്ഞ കാര്യമാണ് എന്ന് പറഞ്ഞുള്ള ഒരു ശൈലിയാണ് തുടരുന്നത്. ഇത് നിർബന്ധമായ കാര്യമേ അല്ല എന്നതാണ് പച്ച പരമാർത്ഥമായ സത്യം. അതാണ് വാസ്തവം, അതാണ് സത്യം, അതാണ് മതം പറഞ്ഞത്. ഇതിൽ രസകരമായ ചില സംഗതികളുണ്ട്. ഞാനൊരിക്കൽ ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു. രാത്രി 8-8:30 മണിയായി, ട്രെയിൻ കയറാൻ ചെല്ലുമ്പോൾ ഒരു കറുത്ത ഇരുട്ടത്താണ്. ഇതുപോലെ കുറേ വസ്ത്രങ്ങൾ അണിഞ്ഞ് കുറേ ആളുകൾ നിൽപ്പുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് അവരുടെ ഭർത്താക്കന്മാർ നിൽപ്പുണ്ട്. അവർ നല്ല കൂളായി വസ്ത്രമൊക്കെ ധരിച്ച് എല്ലാവരെയും നോക്കുന്നു, കാണുന്നു, ചിരിക്കുന്നു, സംസാരിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. ഇവരിത്രയും നിൽക്കുന്നത് കണ്ടാൽ നമുക്കെന്തോ ഒരു ഭയാനകത തോന്നുന്ന രീതിയിലാണ്. അവർ ആരാണ് മുഖമെന്നറിഞ്ഞതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുന്ന അത്രയും ദുർബലത പുരുഷനില്ലാത്തവണ്ണം സ്ത്രീയിൽ കൽപ്പിക്കപ്പെട്ടാണ് സൃഷ്ടിച്ചത് എന്നുള്ളതൊക്കെ മനുഷ്യനിർമ്മിതമായ സംഗതികൾ മാത്രമാണ്. ഏതെങ്കിലും രാജ്യത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ അവിടുത്തെ സംസ്കാരത്തിൻ്റെ ഭാഗമായി, അവിടുത്തെ കാലാവസ്ഥയുടെ ഭാഗമായി, മറ്റെന്തെങ്കിലും തരത്തിലുള്ള സംഗതികളുടെ ഭാഗമായിട്ടാണ്. ഇത് മതം നിർദ്ദേശിക്കുന്ന ഒരു കാര്യമേ അല്ല. ഇതിൽ ഖണ്ഡിതമായ ഒരു അഭിപ്രായവുമില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ പണ്ഡിതന്മാർ വർത്തമാനം പറഞ്ഞു തുടങ്ങേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നിങ്ങൾ സാമൂഹ്യ മാധ്യമത്തെ പേടിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഗതിയെ പേടിച്ച് ഇതിനെ പുറത്തേക്ക് വിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇനി അത് മാത്രമല്ല, ഇതിൻ്റെ പേരിൽ എത്ര വ്യാപകമായി എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. ഇപ്പം ഇതുപോലെ ഒരാൾ ധരിച്ചുകൊണ്ട് ഏത് സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് കയറിക്കൂടെ? മിണ്ടാതിരുന്നാൽ പോരെ? അത് മാത്രമല്ല, അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? ഒരാൾക്ക് അയാളുടെ അസ്തിത്വം ഒരു സംവിധാനത്തിന് മുന്നിൽ, ഒരു സമൂഹത്തിന് മുന്നിൽ, ഒരു ഏജൻസിക്ക് മുന്നിൽ, ഒരു സ്ഥാപനത്തിന് മുന്നിൽ, ഒരു സ്കൂളിന് അകത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അങ്ങനെ പഠിക്കാൻ കഴിയാത്തവണ്ണം അങ്ങനെ അവരുടെ ഒരു മനസ്സിനെയും മനസാക്ഷിയെയും ആത്മാവിനെയും അങ്ങനെ എന്തിനാണ് ഭർസിച്ച് അതിനുള്ളിലേക്കാക്കി അതിനെ മറ്റൊരു തരത്തിലേക്കാക്കി മാറ്റുന്നത്? ഒരു ന്യായവുമില്ല, ഒരു ന്യായവും. ഒരു കാരണവശാലും അത് ശരിയായ കാര്യവുമല്ല. അത് മതപരമായി ഖണ്ഡിതന്മാർ ഇങ്ങനെ ദീനിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലൊക്കെയും പണ്ഡിതന്മാർ ഈ പറഞ്ഞതുപോലെ MM അക്ബർ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഗ്രന്ഥങ്ങളും ബാക്കിയുള്ളതും ഒക്കെ പരിശോധിച്ച് ഈ മനുഷ്യൻ്റെ ഒരു 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 സാമൂഹ്യ സ്ഥിതിക്കൊക്കെ അനുസൃതമായ തീരുമാനങ്ങളാണ് പലപ്പോഴും കൈക്കൊണ്ടിട്ടുള്ളത്. പക്ഷേ ഇതൊന്ന് വളരെ വർദ്ധിച്ചു വരുന്നുണ്ട്, വളരെ കൂടുതൽ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വിശ്വാസിയൊക്കെ ആയ ഒരു ജനപ്രതിനിധി തന്നെ എൻ്റെ പ്രദേശത്തുനിന്ന് മുൻ ജനപ്രതിനിധിയായ ഒരാൾ 1-2 തവണ എന്നോട് വിളിച്ചത് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കുട്ടികളിങ്ങനെ പോകുന്ന കാണുമ്പോൾ ആളുകൾ അതിനെ നോക്കിക്കാണുന്നൊരു രീതി, ഈ വിശ്വാസത്തെ, ഈ മതത്തെ എല്ലാവരും പറയുന്നത് പോലെ കറുത്ത ചാക്കിനകത്തിറക്കി ആളാരാണെന്ന് പോലും അറിയാത്തവണ്ണം. എന്താ ഇത്? എന്തൊരു കാലമാണ്, എന്തൊരു ചിന്താഗതിയാണ്! ഇങ്ങനെ ഒരു മതത്തെ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വക്രീകരിക്കാമോ?